ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു നോർമൽ ഡേ ആണ്. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടു. ഈ അലക്കാനിടുന്ന സമയത്ത് തന്നെയാണ് ഞാൻ മുന്നേ ആറിയിട്ട് ഡ്രസ്സ് എടുക്കാറ്. ഇതാണ് എൻ്റെ ഫോൾഡബിൾ അയണിങ് ടേബിൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാലും മതി. അപ്പോൾ അയൺ ചെയ്തെല്ലാം കഴിയുമ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടത് അലക്കി കഴിഞ്ഞു. പിന്നെ അതും കൂടെ ആറിയിട്ടിട്ട് താഴെ പോകാമെന്ന് ചോദിച്ചു. വീണ്ടും മേലേക്ക് കയറി വരണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആറിയിട്ടു. ഇവിടെയാണെങ്കിൽ 2 ദിവസമായിട്ട് ചൂട് നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് വേർത്തിട്ട് പെട്ടെന്ന് ടയേർഡായി പോവും. മേലെയും കൂടി ആയതുകൊണ്ട് ചൂട് കുറച്ച് കൂടുതലാണ്. ഈ ഒരു ടവൽ ഹാങ്ങിങ് ക്ലിപ്സ് കണ്ടോ, അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അത് ഞാൻ ഐക്കേന്ന് വാങ്ങിച്ചതാണ്. സോക്സൊക്കെ അതിൻ്റെ മേലെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ മിസ്സായി പോവില്ല. ഇത് നമ്മുടെ ലോങ് മിററിൻ്റെ അടുത്ത് എപ്പോഴും ജീവികൾ ഇങ്ങനെ ചത്ത് കിടക്കും. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ താഴെ വന്നു. ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ട് സപ്പോർട്ട ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഷെയ്ക്ക് അടിക്കാമെന്ന്, ചിക്കു ഷേക്ക്. അപ്പോൾ ഇത് എനിക്ക് മാത്രമേ വേണ്ടൂ. അയാൻ ഇങ്ങനെ ജ്യൂസൊന്നും കുടിക്കില്ല. കുടിക്കുന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് മാത്രം കുടിക്കും. പിന്നെ ഐസ്ക്രീമൊന്നും ഇപ്പം ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ത്രോട്ട് ഇൻഫെക്ഷൻ വരുന്നത് കൊണ്ട്, അവന് പെട്ടെന്ന് ത്രോട്ട് ഇൻഫെക്ഷനും ഈ അലർജി അസുഖങ്ങളെല്ലാം വരുന്നത് കൊണ്ട് അങ്ങനെ അതൊന്നും കൊടുക്കാറില്ല. ഇത് പിന്നെ നോർമൽ എല്ലാവരും അടിക്കുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് ബൂസ്റ്റും ഷുഗറും ഐസ് ക്യൂബ്സും പാലും ഒഴിച്ചിട്ട് അങ്ങനെ അടിച്ചതാണ്. ലാസ്റ്റ് കുറച്ച് ഒരു ഇതിന് ഐസ്ക്രീമും കൂടെ മേലെ ഇങ്ങനെ ഒരു സ്കൂപ്പ് ഇടും. പിന്നെ ഞാൻ തന്നെ അടിച്ചു, ഞാൻ തന്നെ കുടിച്ചു, ആസ്വദിക്കുന്നു. ഞാൻ തന്നെ നല്ലതാണെന്നും പറയുന്നു. അയാളിന് പിന്നെ ബദാം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജ്യൂസ് കുടിച്ചില്ല. അവനെന്തെങ്കിലും സ്നാക്സ് കൊടുക്കണല്ലോ. അപ്പോൾ ബദാം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ബദാം എടുത്ത് കൊടുത്തു. അതിപ്പോൾ എന്താണെന്നറിയില്ല, 2-3 ദിവസമായിട്ട് ബദാം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബദാം ഒന്നും കഴിക്കാറില്ല. സീസൺ പോലെയാണ്. ഇപ്പം ബദാം കഴിച്ചിട്ട് ഇനിയിപ്പം നമ്മൾ ബദാം കഴിക്കില്ലോ എന്ന് വിചാരിച്ച് വാങ്ങി വെക്കുകയാണെങ്കിൽ ബദാം കഴിക്കില്ല. ഇപ്പം ഞാൻ കൊടുത്തു. ഇത് പിന്നെ ഇവൻ്റെ ഡ്രസ്സിങ് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഇവന് ഇപ്പോൾ 2 ദിവസമായിട്ട് വിജയ് ഫാനായിട്ടുണ്ട്. അല്ല, കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു, അതൊന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പൈഡർമാനിലൊക്കെ മാറിയതാണ്. ഇപ്പോൾ വീണ്ടും വിജയ് ആയിട്ടുണ്ട്. ഇത് ഇന്നലെ വാങ്ങിയ അയിലയാണ് ഞാൻ ഇന്നാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ വാങ്ങിയതല്ലേ, ഇനി നാളത്തേക്കൊന്നും വെക്കുന്നില്ല. കുറച്ച് മുളകിടാം, കുറച്ച് പൊരിക്കാമെന്ന് അതായത് മാറ്റി വെച്ചു. ഞാൻ പിന്നെ സോഫയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. ഞാൻ ഇവിടുന്ന് TV കാണുന്നത്. അപ്പോൾ സോഫയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ആദ്യം സോഫയിലിരിക്കും, പിന്നെ നിലത്ത് കിടക്കും. അങ്ങനെയൊക്കെയാണ് കാണുക. ഈവനിങ് ആയപ്പോൾ ഞാൻ മുറ്റടിച്ചു. ഞാൻ അങ്ങനെ ഡെയിലി മുറ്റടിക്കാറില്ല. 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് മുറ്റടിക്കാറ്. പിന്നെ അതൊക്കെ ഒന്ന് കത്തിച്ചു. മുറ്റം നിറയെ പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ മുറ്റം ഒന്ന് കഴുകി. വിൻഡോ ഒന്ന് കഴുകി. മഴ പെയ്തപ്പോൾ വെള്ളം തെറിച്ചിട്ട് ആ വാട്ടർ സ്പ്ലാഷ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇനി എനിക്ക് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.